കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ച ഈ ചർച്ചയുടെ അടുത്ത ഭാഗമാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം ആയിരിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അഭിഭാഷകനായി നീണ്ട വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്യുന്ന മിസ്റ്റർ മനോജ് ജോർജാണ്. അദ്ദേഹം വളരെ വിശദമായി താൻ കഴിഞ്ഞ നാളുകളിൽ ഉൾപ്പെട്ട നടത്തിയ പല കേസുകളുടെ വിവരങ്ങൾ പറയുകയുണ്ടായി. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് വീണ്ടും സംപ്രേഷണം ചെയ്യുന്നു. ശ്രദ്ധയോടെ കാണുക. എനിക്ക് സന്തോഷമുള്ള കാര്യം നമ്മുടെ സെക്ഷൻ 377 അതായത് സ്വവർഗരതി കുറ്റകരമല്ല എന്നും പറഞ്ഞൊരു ഒരു ഡൽഹി ഹൈക്കോർട്ട് ഒരു സംഗതി അങ്ങ് പുറപ്പെടുവിച്ചു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അന്ന് സുപ്രീം കോർട്ടിൽ അഡ്വക്കേറ്റ് മനോജാണ് അത് ചലഞ്ച് ചെയ്തത്. അതിന് ഒരു കാരണം പറഞ്ഞ പോലെ എനിക്കും അതിനകത്തൊരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞു. അപ്പോസ്തലിക് ചർച്ചസ് അലയൻസിൻ്റെ ACAയുടെ ഓവർസിയർ നിലയ്ക്ക് ഞാനാണ് വക്കാലത്ത് ഒപ്പിട്ട ദിവസം എനിക്ക് ഓർക്കുന്നുണ്ട്. കക്ഷി അതെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ വക്കീലും കക്ഷിയും കൂടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിലും സന്തോഷമുണ്ട്. ഐ എം സോ ഹാപ്പി. ഇങ്ങനൊരു അവസരം ഇങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തെങ്കിലും അതും ദൈവത്തിൻ്റെ ഒരു വഴിയായി. അതെ അതെ, തോറ്റിട്ടും വന്നിരുന്ന വർത്താനം പറയുന്നത് സാരമില്ല, ജയം തോൽവിയൊക്കെ ഉണ്ടാകും. പക്ഷേ ഇവിടെ ഒരു നിയമത്തിൻ്റെ മുമ്പിലോ ഒരു കോടതിയുടെ മുമ്പിലോ തോറ്റല്ല വിഷയം. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ജയിക്കുകയുള്ളൂ. കാര്യം ആരും ചോദ്യം ചെയ്തില്ല. കാര്യം ദൈവം ഈ പറഞ്ഞ പോലെ വിലക്കിയിരിക്കുന്ന ബൈബിൾ അനുവദിക്കാത്ത ഒരു കാര്യം ഒരു രാജ്യത്തിലെ നിയമം കൊണ്ട് അതിന് ഒരിക്കലും ഒരു തെറ്റ് ശരിയാവുന്നില്ല. അതിലും ഈ പറഞ്ഞ പോലെ എത്ര വർഷം നമ്മളത് സുപ്രീം കോടതിയിൽ 2009 ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയുടെ വിധിയുണ്ടായത്. ഈ ഒരു പബ്ലിസിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കിനേക്കാൾ കൂടുതൽ ഇതൊരു ഇഷ്യൂ ബേസ്ഡും ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് പല കേസുകളും എൻ്റെ അടുത്ത് വരുന്നതാണ്. ഞാൻ വാദിക്കുന്ന എല്ലാ കേസുകളും വിശ്വസിക്കണമെന്നില്ല. അതെ അതെ. എന്നാൽ ചില കേസുകളിൽ ഞാൻ വിശ്വസിക്കുക മാത്രമല്ല, എൻ്റെ വിശ്വാസം കൂടി അതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പോൾ എനിക്ക് അതിനുള്ളൊരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ആ കേസിനകത്തുണ്ട്. എന്ന് വെച്ചാൽ ഫെയ്ത്ത് എലമെന്റ് അതിനകത്ത് വന്നുപെടുകയാണ്. കാരണം ഒരു പ്രൊഫഷണലെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഈ വരുന്ന ഒരു കേസിൽ ഒരു ഫയലുകളിൽ എല്ലാത്തിലും ആ കൊണ്ടുവരുന്ന ആളെ വിശ്വസിക്കണമെന്നില്ല. ആ കേസിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള ഡൗട്ടുകളുണ്ടാവാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് ഒരു വേദപുസ്തകത്തിന് അടിസ്ഥാനമാണ് എന്നുള്ള ഉൾബോധം എന്നിലുള്ളത് കൊണ്ട് എനിക്കിത് ഒരു മീഡിയ ഡിബേറ്റിനേക്കാളും കൂടുതൽ ഇതൊരു ആൻസറബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ടു ദ ബിബ്ലിക്കൽ വാല്യൂ സിസ്റ്റംസ് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് ഉണ്ടായിരുന്നുകൊണ്ടാണ് എന്നെ പലരും വിളിച്ചിരുന്നു ആസ് എ ലോയർ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ നാഷണൽ മീഡിയ ഡിബേറ്റ്സ്. ഞാൻ 1-2 പ്രാവശ്യം പാസ്റ്ററിൻ്റെ നമ്പറും കൊടുത്തു. ഇതിൻ്റെ കക്ഷിയെ കോൺടാക്ട് ചെയ്തു. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ. കാരണം നമ്മളെടുത്ത ഒരു ആർഗ്യുമെൻ്റൊക്കെ ഈവൻ അമേരിക്കൻ കോടതികളുണ്ടായ മാസ്റ്റർ പീസ് ബേക്കറി കേസൊക്കെ നമ്മൾ ഇതിനകത്ത് സൈറ്റ് ചെയ്യണ്ടായി ഈ ആർഗ്യുമെൻറ്റ്സിൽ ഉൾപ്പെടുത്തി. അതെ, ഇതിനകത്ത് നമ്മൾ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള വേറൊരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഡിറ്റർമിൻ ചെയ്യേണ്ടത് ഒരു ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷനിൽ ഒരു ജുഡീഷ്യൽ ലെജിസ്ലേഷൻ ആക്കി ഇത് മാറ്റരുത്. ഇത് പാർലമെന്റിന് വിടുക. ഇത് ജനങ്ങളുടെ ഹിതമാണെങ്കിൽ ആ രീതിയിൽ ഇതിനെ നിശ്ചയിക്കാനായിട്ടുള്ള ഒരു അധികാരം പാർലമെന്റിനുണ്ടല്ലോ. ആ രീതിയിൽ നടക്കട്ടെ എന്നുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. അപ്പോൾ ആണ് 5-അംഗ ബെഞ്ച് പറഞ്ഞത് ഒരു മജോറിറ്റിയൻ ഗവൺമെൻറ്റിൻ്റെ വില്ലിന് വേണ്ടി ഇക്വാളിറ്റിയും ലിബർട്ടിയും ഒന്നും ഞങ്ങളെ വെയിറ്റ് ചെയ്യാനായിട്ട് സാക്രിഫൈസ് ചെയ്യാനായിട്ട് തയ്യാറല്ല. അതിനു മുമ്പേ തന്നെ കോടതികൾക്ക് തീരുമാനിക്കാം എന്നുള്ള. എന്നാൽ നമ്മുടെ ഒരു ആർഗ്യുമെൻ്റ് ഒരു കൗണ്ടർ ഫോഴ്സ്, ഒരു കൗണ്ടർ ആർഗ്യുമെൻ്റ്, ഒരു കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റ്, കുറേ സൈലൻസിലിരിക്കുന്നവരുടെ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് നമ്മുടെ ആർഗ്യുമെൻസിലൂടെ അവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. കാരണം ഒരു ജഡ്ജ്മെൻറ്റിൽ തന്നെ ഏകദേശം ഒരു 5-6 പേജസ് നമ്മുടെ ആർഗ്യുമെന്റ്സ് ആണ് വന്നിരിക്കുന്നത്. വായിച്ചു. അങ്ങനെ ആണ് ഈ 377 ജേണി. അതിനകത്തൊരു എങ്ങനെ കോടതി വിധി വന്നിരിക്കുന്നു. ആ കോടതി വിധി ഏതായാലും
ജനങ്ങളെന്നുള്ള നിലയിൽ നമ്മളത് മാനിക്കേണ്ടതാണ്. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും മാനിക്കണം. അതാണല്ലോ ഒരു റൂൾ ഓഫ് ലോയുടെ ഒരു കാതലായ ഭാഗം. നിയമവാഴ്ച നമ്മുടെ സമൂഹത്തിലുണ്ടാവുന്നത് അത് ഏത് വിധിയായാലും നമ്മളുടെ വിശ്വാസത്തെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ ഉള്ളത്. നമ്മളൊരു കോടതി വിധി വന്നു കഴിഞ്ഞാൽ ആ വിധിയെ മാനിക്കുക എന്നുള്ളതാണ് ഒരു 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 കൾച്ചേർഡ് സൊസൈറ്റിയുടെയും റൂൾ ഓഫ് ലോ നിൽക്കുന്ന ഒരു സൊസൈറ്റിയുടെ മുഖമുദ്ര. വാട്ട് നെക്സ്റ്റ് എന്ന് ചിലർ എന്നോട് ചോദിക്കാറുണ്ട്. ഇതിനൊരു റിവ്യൂ ഒക്കെ അവൈലബിൾ ആണ്. റിവ്യൂ പെറ്റീഷനിന് ഫയൽ ചെയ്യാം. ഇതിന് ക്യൂറേറ്റീവ് ഉണ്ട്. എങ്കിലും അതിലേക്ക് ഇപ്പോൾ ഈ സമയത്ത് ഉള്ളൊരു ചിന്ത വന്നില്ല. കക്ഷി എന്നോട് പറഞ്ഞില്ല. തീർച്ചയായിട്ടും ഈ വിഷയം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് തന്നെയാണ്. അത് ദൈവം അത് മുന്നോട്ട് നടത്തട്ടെ ആ കാര്യത്തിൽ. പിന്നെ ഞാൻ കേട്ടുള്ളത് ഈ കാവേരി ഒരു വിഷയം, മുല്ലപ്പെരിയാറിൻ്റെ ഈ ജലനിരപ്പ് കൂട്ടുന്ന വിഷയം, ഇതിലൊക്കെ ഞാൻ പേര് കേട്ടിട്ടുണ്ട് ആ കാര്യത്തിൽ. അതൊക്കെ എന്തായിരുന്നു? ഇതൊക്കെ കാവേരി വെള്ളവുമായിട്ട് എനിക്കുള്ള വാട്ടർ വാട്ടർ ഡിസ്പ്യൂട്ടിൽ എനിക്ക് ഒട്ടും തന്നെ റോളുകൾ ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഞാൻ എൻ്റെ പ്രാക്ടീസ് ആരംഭിച്ച സമയത്ത് സീനിയർ കൗൺസിലായിരിക്കുന്ന CS വൈദ്യനാഥൻ സാറിൻ്റെ ജൂനിയറായിട്ടാണ് ഞാൻ. അപ്പം അദ്ദേഹത്തിൻ്റെ കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ അന്ന് അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് കാലം മുമ്പാണ്, വളരെ കാലം മുമ്പാണ് അത് ചെലവഴിച്ചിട്ടുണ്ടെന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ ഞാൻ ഈ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇതും ഞാൻ ഒരു ഈ TV-യുടെ മുമ്പിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നത് വളരെ വിരളമായിട്ടും ഇത് ആദ്യത്തേതുമാണ് എൻ്റെ ഇൻ്റർവ്യൂ. കാരണം ഞാൻ ഇൻ്റർവ്യൂകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ എനിക്കുള്ള ഭാഗ്യം ഉണ്ടായി. ഇതിനകത്ത് മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് കേരളം ഒരു വലിയ ഭീതിയിലായിരുന്ന സമയത്ത് ഞാൻ ഓൾറെഡി മുല്ലപ്പെരിയാറിന് എൻ്റെ കക്ഷി ഒരു റസൽ ജോയ് എന്ന് പറയുന്ന ഒരാൾ, ഒരു ആലുവ സ്വദേശിയായ ഒരു മനുഷ്യൻ്റെ കക്ഷിയാണ്. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ ഹാജരായിക്കൊണ്ടിരുന്നത്. അതിപ്പോഴും ഹാജരാകുന്നത് അദ്ദേഹത്തിന് വേണ്ടിയാണ്. അപ്പോൾ റസൽ ജോയുടെ ഈ കേസുമായിട്ട് ഞാൻ സുപ്രീം കോടതിയെ സമീപിച്ചത് മുല്ലപ്പെരിയാറിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന അവിടുത്തെ ആൾക്കാരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ്. അത് ഞാൻ അന്ന് ആർഗ്യൂ ചെയ്തതായിട്ടുള്ള ഒരു വിഷയം, റൈറ്റ് ടു ലിവ് വിത്തൗട്ട് ഫിയർ. ഭയമില്ലാതെ ജീവിക്കാനുള്ളത് ജീവിക്കാനുള്ള അവകാശത്തിന് തുല്യമാണ്. ഈ ആർഗ്യുമെൻ്റാണ് കോടതി അംഗീകരിച്ച് ഇതിന് ദേശീയ ദുരന്ത നിവാരണ സമിതി, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, ഈയുടെ കീഴിൽ ഇതിന് കേരളവും തമിഴ്നാടും ഇതിന് 2 സമിതികൾ ഉണ്ടാക്കണമെന്നും അതിനെ നിരീക്ഷിക്കാനായിട്ട് കേന്ദ്രത്തിനൊരു ഒരു ഒരു മെക്കാനിസം ഉണ്ടാവണമെന്നും ഒക്കെ ഉള്ള ഒരു ദീർഘമായ വിധി പുറപ്പെടുവിച്ചു. അതിന് പോകാനായിട്ടുള്ള കാരണം ഞങ്ങൾ അന്ന് ജഡ്ജ്മെൻറ്റിൽ പെറ്റീഷനിലൂടെ ആവശ്യപ്പെട്ടത് ഏതൊരു മാൻമെയ്ഡ് സ്ട്രക്ചറിനും ഒരു ലൈഫുണ്ട്. ഏതൊരു മാൻമെയ്ഡ് സ്ട്രക്ചർ നമ്മൾ ഏത് ആണെങ്കിലും. അതിപ്പം ചിലർ പറയുന്നു മുല്ലപ്പെരിയാറ് ബലക്ഷയമില്ല, അത് സുപ്രീം കോടതി തന്നെ കണ്ടെത്തി ബലക്ഷയമില്ല. ഞാൻ പറഞ്ഞു ബലക്ഷയമില്ല, സമ്മതിച്ചു. ഇന്ന് ബലക്ഷയമില്ല, നാളെ ബലക്ഷയമില്ല, മറ്റന്നാൾ ബലക്ഷയമില്ല. എന്നാൽ ഒരു മാൻമെയ്ഡ് സ്ട്രക്ചറിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ ഉണ്ട്. തീർച്ചയായിട്ടും ആയുസ് അത് എത്ര നാളുണ്ടായിരിക്കും എന്നൊന്ന് ഡിറ്റർമിൻ ചെയ്ത് തന്നാട്ടെ. സോ ഇപ്പം എൻ്റെ ജീവകാലത്ത് ഇതുണ്ടാവത്തില്ല, എൻ്റെ അടുത്ത ജനറേഷനിലും ഇതുണ്ടാവത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു 100-200 വർഷം ഇനി ഉണ്ടാവത്തില്ല. അത് കഴിഞ്ഞ് അപ്പോൾ ഒരു റൈറ്റ്, എൻ്റെ ഒരു ഭീതിയില്ലാതെ ജീവിക്കാനുള്ള ഒരു അവകാശം, എനിക്ക് അറിയാനുള്ള ഒരു അവകാശത്തിനൂടെ വളരെ അടുത്ത് ഉള്ളൊരു കാര്യമാണ്. അതായിരുന്നൊരു വാദം. അപ്പോൾ അതിനകത്ത് കോടതി പറഞ്ഞു, ശരി, നിങ്ങൾ പറഞ്ഞത് അബ്സല്യൂട്ട്ലി കറക്റ്റ്, റൈറ്റ് ടു ലിവ് വിത്തൗട്ട് ഫിയർ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇത് എന്നെങ്കിലും ഇത് ഡീകമ്മീഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നത്തേക്ക് ഇത് ഡീകമ്മീഷൻ ചെയ്യണം, ഇത് നിശ്ചയിക്കണം എന്ന് പറഞ്ഞാണ് അന്ന് കോടതി പറഞ്ഞു. ആ വിഷയം കേന്ദ്രവും കേരളവും തമിഴ്നാടും ഒക്കെ വളരെയേറെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിശ്ചയിച്ച ഒരു വിധിയുടെ പുറത്ത് ഞങ്ങൾ തീരുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞ് വെച്ച വിഷയത്തിൽ കേരളം പ്രളയത്തിലായപ്പോൾ ഞാൻ സുപ്രീം കോടതിയെ സമീപിച്ചു. അന്ന് ഈ ഡാമുകളെല്ലാം തുറന്ന് ഒരു വലിയ ഭീതി ഉളവാക്കിയ സിറ്റുവേഷൻ, 142 അടിയുടെ മുകളിലേക്ക് ജലനിരപ്പ് ഉയരുന്നു എന്നുള്ള വാർത്ത കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ കക്ഷിയെ വിളിക്കാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ഫോണെല്ലാം ഡിസ്ചാർജ്, അദ്ദേഹം ആലുവ സ്വദേശിയാണ്.
ആലുവയിലൊക്കെ വെള്ളം കയറി ഇദ്ദേഹം ഏതോ റിലീഫ് ക്യാമ്പിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഞാൻ എന്ത് ചെയ്തു, ഒരു ജനതയുടെ മുഴുവൻ ഇഷ്യൂ ആണ്, എൻ്റെ പേഴ്സണൽ അഫിഡവിറ്റ് കൊടുത്തു. ഒരു പേഴ്സണൽ അഫിഡവിറ്റ് ഇങ്ങനെ ഫയൽ ചെയ്തു. എൻ്റെ കക്ഷിയായിട്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, ഞാൻ കേരളത്തിൽ നിന്നുള്ള ആളാണ്, കേരളത്തിൽ നിന്ന് കിട്ടിയ പത്ര റിപ്പോർട്ട് ഇതാണ്, ഈ ജലനിരപ്പ് ഇതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അപകട നിലയിലേക്ക് മുകളിലേക്ക് ഇത് പോവുകയാണെങ്കിൽ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള രീതിയിൽ സുപ്രീം കോടതിയിൽ അതിരാവിലെ ഇത് മെൻഷൻ ചെയ്ത് ഉച്ച കഴിഞ്ഞതെടുത്ത് വന്ന് എന്തിനു പറയുന്നു, 24 മണിക്കൂറിനുള്ളിൽ ഒരു വിധി വന്നു. ഒരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് അയച്ചു. ആ കത്ത് വളരെയേറെ റിജക്റ്റ് ചെയ്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്നൊരു റിപ്ലൈ വന്നത്. ഞങ്ങൾ 142 അല്ല 152 വരെ കൊണ്ടുപോയി ഇതിൻ്റെ ശക്തി ഒന്ന് പരീക്ഷിക്കുക എന്നുള്ള. ആ സമയത്ത് പറഞ്ഞു ഇത് ശക്തി പരീക്ഷിക്കാനുള്ള ടൈമല്ല, കേരളം മുങ്ങുകയാണ്, കേരളത്തിൽ പ്രളയത്തിൽ ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതൊരു ഡേഞ്ചർ എന്നല്ല, ഒരു വളരെയേറെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് പോകുന്ന അവസരമായതുകൊണ്ട് ഇതിനെ കേന്ദ്രത്തെ ഇടപെടുത്തണം എന്ന് പറഞ്ഞ് ഒരു ആപ്ലിക്കേഷൻ മൂവ് ചെയ്തു. അങ്ങനെയാണ് കേന്ദ്രത്തിൻ്റെ ഇടപെടലുകളിൽ 2 ചീഫ് സെക്രട്ടറിമാരെയും വീഡിയോ കോൺഫറൻസിൽ വിളിച്ച് ഇതിൻ്റെ വാട്ടർ ലെവൽ 139 അടി ആക്കണം എന്നുള്ള കോടതി വിധി ഉണ്ടായത്. ഇന്ന് വരെയും അത് 139 അടിയായി ഇന്ന് നിൽക്കുകയാണ്. 139 മുകളിലേക്ക് പോകാനായിട്ട് തമിഴ്നാട് ശ്രമിക്കുന്നുണ്ട്. എന്നെ പലരും പറയുന്നു ഞാൻ കേരളത്തിൻ്റെ ഏജന്റാണ് എന്നൊക്കെ അപവാദങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് പറയണ്ട, അതൊന്നും വിഷയമല്ല. കേരളം 5 പൈസ തന്നിട്ടില്ല. കേരളം 5 പൈസ തന്നിട്ടുമില്ല. എൻ്റെ കക്ഷിയാണെങ്കിലും ഒരു പ്രോബോണോ കേസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെ നടത്തുന്നത്. അത് മനുഷ്യൻ്റെ ജീവിക്കാനുള്ള ഒരു അവകാശം, ഫിയർ ഇല്ലാതെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ ഭരണഘടന വിഭാവനം ചെയ്യുന്നതാണ്. അപ്പം ഭീതിയുടെ പുറത്ത് ഭീതിയിൽ നിൽക്കുന്ന പ്രളയം ബാധിച്ച കേരളത്തെ ആ സമയത്ത് ഈ ഡാമിൻ്റെ ഹൈറ്റ് കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് വെള്ളത്തിൻ്റെ ലെവൽ സ്ഥാപിച്ച് എനിക്ക് തോന്നുന്നു ഒരു വലിയ ഭീതി തന്നെ ഒഴിവാക്കി. അത് പൊട്ടുവാരുന്നോ ഇല്ല എന്നുള്ളതൊക്കെ ഒരു സയന്റിഫിക് വിഷയമാണ്. പക്ഷെ ഒരു ഭീതി ഇതിൽ നിന്നും കേരള ജനതയെ ആ സമയത്ത് ഒന്ന് ഭീതി അകറ്റാനായിട്ട്, അതുകൊണ്ടാണല്ലോ ഭയം വേണ്ട ഭയം മാറിയാൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും ആ ഭയമില്ലാതെ ആ സമയത്തെ തരണം ചെയ്യാനായിട്ട് ആ കോടതി വിധിക്ക് സാധിച്ചു എന്നുള്ള സത്യം തന്നെയാണ്. സന്തോഷമുള്ള കാര്യം. കേരളം വിളിച്ചു എന്നല്ല, കേരളത്തിന്റെ ഒരു മന്ത്രിയോ ഒന്നും വിളിച്ചിട്ടുമില്ല, കേരളത്തിന്റെ ഒരു ഉദ്യോഗസ്ഥനോ ഇതിനെ സംബന്ധിച്ച് കേരളം ഈ വെള്ളത്തിന്റെ നിലത കുറയ്ക്കാനായിട്ട് കോടിക്കണക്കിന് രൂപ സുപ്രീം കോടതിയിൽ ചെലവഴിച്ച ആർക്കും തന്നെ ഈ ഞാൻ നേടിയെടുത്തു എന്നുള്ളതല്ല, ആ ഒരു കറക്റ്റ് ടൈമിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഇതിലൂടെ നേടിയെടുത്തായിട്ടുള്ള ഒരു വിധി ആണ് ഇന്ന് നിലനിൽക്കുന്നത്. അത് സഭയുടെ ഇൻഡിഫറൻസ് മാത്രമല്ല, സ്റ്റേറ്റും ഇൻഡിഫറൻ്റ് ആണ് ഒരു സബ്ജക്റ്റിനാണ്. ഇതിപ്പോൾ ആരോ എവിടോ ചെയ്യുന്നു, അതിന് ഗുണഭോക്താക്കളായി മാറുന്നു എന്നുള്ളത് ദാറ്റ് ഈസ് നാച്ചുറൽ, ദാറ്റ് ഈസ് ഹ്യൂമൻ. എനിക്കതിനകത്ത് ഗ്രീവിയൻസ് ഒന്നുമില്ല. എങ്കിലും ഞാൻ പറയുന്നത് നമ്മുടെ ഇറിഗേഷൻ മിനിസ്റ്റർ ഒന്നും വിളിച്ചില്ല. ഇപ്പം ആരാ ഇറിഗേഷൻ മിനിസ്റ്റർ എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ ഡൽഹി താമസക്കാരനായതുകൊണ്ട് ഇവിടുത്തെ ഇറിഗേഷൻ മിനിസ്റ്റർ ആരാന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ എങ്കിലും എനിക്കൊന്നറിയാം, എൻ്റെ സ്വദേശം കേരളമാണ്, കേരളം മുങ്ങിയായിരുന്നു. ആ സമയത്ത് മുല്ലപ്പെരിയാറിൻ്റെ ഹൈറ്റ് കൂട്ടി ബലം പരീക്ഷിക്കാനുള്ള സമയമല്ല പ്രളയ സമയം എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി വെള്ളത്തിൻ്റെ നില കുറയ്ക്കാനായിട്ട് ഒരു 4 ദിവസത്തെ റിപ്പീറ്റഡ് ഹിയറിങ്സ് നടന്നതിന് ശേഷമാണ് ആ വിധി. സുപ്രീം കോടതി വളരെ ഗൗരവമായിട്ട് അത് തീർച്ചയായിട്ടും അതൊരു 3-അംഗ ബെഞ്ച് ഗൗരവമായിട്ട് എടുത്തു. അത് ആ പെറ്റീഷൻ ഇന്ന് തമിഴ്നാടിനെ സംബന്ധിച്ച് വലിയൊരു തലവേദനയെ മാറി. എനിക്ക് വളരെയേറെ പ്രഷറുകളുണ്ട്. ആ പെറ്റീഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ച്. ഈ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു വലിയ വേദന അതെല്ലാവർക്കും ഉണ്ട്. എന്നെ കേൾക്കുന്ന അഭിഭാഷകർക്കും പറയാനായിട്ട് സാധിക്കും. കക്ഷിയേക്കാൾ ഉപരി നമുക്ക് പ്രഷർ തരുന്നത് ഓപ്പോസിറ്റ് കക്ഷിയാണ്. അവരുടെ ആർഗ്യുമെന്റ്സിലൂടെ അല്ല, നമ്മളെ എങ്ങനെ അവരുടെ വശത്താക്കാം എന്നുള്ളതാണ് അവരുടെ. അതൊരു വലിയ പ്രലോഭനമാണ്. അതൊരു തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ആ പ്രലോഭനങ്ങൾ ഓരോ ദിവസവും മുല്ലപ്പെരിയാർ വിഷയം എന്നുള്ളതല്ല, പല വിഷയങ്ങളിലും ഈ ഓപ്പോസിറ്റ് സൈഡിന്റെ ഒരു ഇൻഡ്യൂസ്മെന്റ്, ഒരു അല്യൂർമെന്റ് എപ്പോഴും
പൊതുവെ അവർ ശക്തരുമായിരിക്കും. അവർ ശക്തരാണ്, പണം കൊണ്ടാണ്. അതെ അതെ അതെ, വേറൊന്നുമില്ല. പണമാണ് നമ്മളെ അതെ 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 ഈ രീതിയിലേക്ക് നമ്മളെ വിലക്ക് മേടിക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കുകയും അത് അവർ പരാജയപ്പെടുകയും ചെയ്തതായിട്ടാണ് എൻ്റെ ഇത്ര കാലത്തെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയേണ്ടത്. അതൊരു വലിയ ടെൻഷനാണ്. നമുക്ക് വരുന്ന നമ്മളോട് സംസാരിക്കുന്ന നമ്മുടെ അടുത്ത സുഹൃത്തുക്കളിൽ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ചില നമ്മളുടെ ഏതെങ്കിലും നമ്മളോട് സംസാരിക്കാൻ പറ്റിയ ആൾക്കാരായിട്ട് ഇന്ന് പർച്ചേസബിൾ ആണോ എന്നുള്ളതാണ് വിഷയം. ഒരു അഭിഭാഷകനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കേസ് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പൊ കേസൊക്കെ നഷ്ടപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അഭിഭാഷകരെ ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നൊന്ന് നോക്കുന്നതിലൂടെ തെറ്റില്ലാത്തൊരു കാര്യമാണ്. എന്തായാലും ഇനിയും ആരും അങ്ങനെ പർച്ചേസ് ചെയ്യാതിരിക്കട്ടെ, ആ പ്രലോഭനങ്ങളൊന്നും വീഴാതിരിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കാം. ഞങ്ങളെ കേൾക്കുന്ന പ്രത്യേകിച്ച് മദ്യപാനികൾക്ക് ഇദ്ദേഹത്തോട് വളരെ ദേഷ്യം വരാനുള്ളൊരു സാധ്യതയാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്ന വിഷയം. കാര്യം വളരെ പ്രമാദമായ മറ്റൊരു വിധി അദ്ദേഹം സമ്പാദിച്ചു. വഴിയോരങ്ങളിലെ ബാറുകളെല്ലാം പൂട്ടണം എന്നൊരു വിധി കൊണ്ടുവന്ന് അത് കേരളത്തിലൊഴികെ മറ്റെല്ലായിടത്തും ഇപ്പോഴും പൂട്ടി തന്നെയാണ് കിടക്കുന്നത്. കേരളത്തിൽ മാത്രം അത് അല്പം വെള്ളം ചേർത്തു എന്നുള്ള കാര്യം നമുക്കറിയാം. അതെന്തായിരുന്നു സംഭവം? ഈ മദ്യപാനികളോട് എന്താണ് ഇത്ര വലിയ വൈരാഗ്യം, അത് പ്രത്യേകിച്ച് ബാറുടമകളോട്? ഒരു ബിഷപ്പ് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ പോലെ, ഞങ്ങൾ പല കള്ള് ഷാപ്പിൻ്റെ മുമ്പിൽ സമരം ചെയ്തിട്ടുണ്ട്. ആ കള്ള് ഷാപ്പ് ഇന്നും തുറന്ന് പ്രവർത്തിക്കുന്നു. ഒരു കള്ള് ഷാപ്പ് എനിക്ക് പൂട്ടാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഈ ഒരു പാതയോരത്തെ മദ്യശാലകൾ 500 മീറ്ററിലധികം ഉള്ളിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മദ്യ വിൽപ്പനശാലകൾ അടച്ചുപൂട്ടണം എന്നുള്ളൊരു വിധിയാണ്. ഇത് ഉണ്ടായിരുന്നത് സുപ്രീം കോടതിയുടെ മുമ്പിൽ 2 കക്ഷികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അറൈവ് സേഫ് എന്ന് പറഞ്ഞ് ചണ്ഡീഗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, രണ്ടാമത് മാഹി പ്രൊഹിബിഷൻ കൗൺസിൽ എന്ന് പറഞ്ഞ് ഉള്ള മാഹിയിലുള്ള ഒരു മയ്യഴിക്കൂട്ടം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ്. കാരണം മാഹിയിലെ എനിക്ക് തോന്നുന്നു 1 കിലോമീറ്ററിനുള്ളിൽ 62 മദ്യഷാപ്പുകളാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഈ മദ്യപിച്ച് വണ്ടി ഓടിക്കുക, വാഹനം ഓടിക്കുക എന്നുള്ളത് ഒരു കോമൺ പ്രാക്ടീസായി നമ്മുടെ നിലനിൽക്കുകയാണ്. നമ്മുടെ ഒരു നിയമവ്യവസ്ഥയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേ ആൾക്കാർ വേറൊരു രാജ്യത്ത് പോയി ഇത് ചെയ്യാനായിട്ട് തയ്യാറില്ല. എന്നാൽ നമ്മുടെ രാജ്യത്ത് എന്തും ചെയ്യാം എന്നുള്ള ഒരു ലൈസൻസ് ആണ്. അതെ, ഈ കേസുമായിട്ടുള്ള ഒരു ഡിസ്കഷന്റെ വെളിച്ചത്തിൽ നിൽക്കുമ്പോഴാണ് ഒരു ഉമ്മ കോഴിക്കോട് സൈഡിൽ നിന്ന് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനുണ്ടായി. അവരുടെ ഒരു കഥ തന്നെ ഭയങ്കര ദയനീയമായ ഒരു കഥയായിരുന്നു. ആ ഉമ്മയ്ക്ക് ഒരു മകനാണുള്ളത്, അവർ കൂലിപ്പണിക്കാരാണ്. ആ ഉമ്മയുടെ മകൻ ഒരു തുണിക്കടയിൽ തുണി എടുത്തു കൊടുക്കുന്ന, തുണി മുറിച്ചു കൊടുക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ്. 21 വയസ്സുള്ള പയ്യൻ. രാത്രി തുണിക്കട അടച്ച് തിരിച്ചു വരുന്ന വഴിയിൽ മദ്യപിച്ച് ഓടിച്ച ഒരു ജീപ്പ് ഇടിച്ച് ആ മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആ യുവാവ് തൻ്റെ ശിരസിന് കീഴിൽ മുഴുവൻ പാരലൈസ്ഡായി കഴിഞ്ഞ 14 വർഷമായി കൂലിപ്പണിക്കാരിയായ ഈ സ്ത്രീ ഒരു വാട്ടർ ബെഡിൽ ഇദ്ദേഹത്തെ കിടത്തി ശുശ്രൂഷിച്ച് അവർ ഒരു ഇൻഷുറൻസിൻ്റെ കോമ്പൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇതിലാണ് എന്നെ വിളിച്ചത്. ആ ഉമ്മ പറഞ്ഞ വാക്ക് എനിക്ക് എൻ്റെ ഹൃദയത്തെ വളരെ പിടിച്ചുലച്ചു. എൻ്റെ മകൻ മയ്യത്തായിരുന്നെങ്കിൽ എനിക്ക് സങ്കടമില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ 14 വർഷമായി എനിക്ക് ജോലിക്ക് പോകണമെങ്കിൽ ഇവനെ രാവിലെ ആഹാരം കൊടുക്കും, അതിന് അവൻ മലമൂത്ര വിസർജനം എല്ലാം അവിടെ നടത്തി വെക്കും. ഉച്ചയ്ക്ക് ഞാൻ കൂലിപ്പണി ചെയ്യുന്നിടത്തുനിന്ന് വന്ന് അത് മാറ്റി അവനെ കിടത്തി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവൻ വേറൊരവസ്ഥയിലേക്ക് നീങ്ങുന്ന ഈ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് എൻ്റെ സാറേ ഈ നമ്മുടെ നാട്ടിൽ എന്തൊരു ആപത്താണ് എന്നുള്ള ആ ഉമ്മയുടെ ഒരു 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 സംസാരമല്ല, അവരുടെ ഹൃദയവേദനയാണ്. 14 വർഷമാണ് ഫസ്റ്റ് ഒരു മനുഷ്യൻ. പിന്നെ അത് കാരണം ഞാൻ തീരുമാനിച്ചു ഈ കേസ് ഏറ്റെടുക്കണം. ഇത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വളരെ ശക്തന്മാരായ ലോബിയാണ്. പക്ഷെ ഈ മദ്യപിച്ച് വണ്ടി ഓടിക്കുക, ഒന്നിലെ ഗവൺമെന്റ് മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നതിനെ ഒരു വളരെ തീവ്രമായ കഠിന തടവിലേക്കുള്ള ഒരു ശിക്ഷ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരും. കാരണം ഇതൊരു നെഗ്ലിജൻസ്, ഒരു വണ്ടി ഓടിച്ച് ഒരു നെഗ്ലിജൻസ് എന്നുള്ളതിനേക്കാൾ ഉപരി ഇതൊരു സെൽഫ് ഇൻഡ്യൂസ്ഡ് നെഗ്ലിജൻസ് ആണ്. ഇതിനെ ഗവൺമെന്റ് ആ ലോ അമെൻഡ് ചെയ്യാത്തടത്തോളം കാലം ഇതിന്റെ അവൈലബിലിറ്റി, വിസിബിലിറ്റി ആണ് നമ്മൾ കുറയ്ക്കേണ്ടത്. അതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെ നടക്കുകയുണ്ടായി. അതിനകത്ത് ജസ്റ്റിസ് താക്കൂർ ആയിരുന്നു ആ സമയത്ത് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അപ്പം ഈ അവൈലബിലിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, വളരെ കാഷ്വലായ ഡിസ്കഷനിൽ
ഇങ്ങനെ ആർഗ്യുമെന്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളി പറഞ്ഞു ഈ ഗാർഡൻ ഓഫ് ഏഡലിൽ ഏതൻ തോട്ടത്തിൽ ഈ ആപ്പിൾ അവൈലബിൾ ആകുന്നു എന്നുള്ളതായിരുന്നു പ്രശ്നമായിരുന്നു. പിന്നെ അത് കാണാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. അതുകൊണ്ട് ഇതെല്ലാം 500 മീറ്റർ പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ വണ്ടി ഓടിച്ച് പോകുന്നവർക്ക് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ നോക്കുകയാണെങ്കിൽ വലിയ റോഡുകളുടെ ഇതിലും ഒക്കെ അപ്പുറത്ത് മദ്യഷാപ്പുകളുണ്ടെങ്കിൽ മദ്യം കുടിക്കുക, ലഹരി ആയതിനു ശേഷം ഒരു ചെറിയ കട്ടയെടുത്ത് ആക്സിലറേറ്ററിൻ്റെ പുറത്തേക്ക് വെക്കുക, അവർ ഉറങ്ങുക. ഈ രീതിയിലൊക്കെ സ്ട്രേറ്റ് റോഡ്സാണ്, കിലോമീറ്ററുകളോ. കേരളമാണല്ലോ അങ്ങും ഇങ്ങനെയൊക്കെ ഈ ആൾക്കാർ താമസമുള്ളത്. അങ്ങനെയുള്ള നോർത്ത് ഇന്ത്യ, ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ റോഡ് ആക്സിഡൻറ്റ്സ് ഇഷ്ടംപോലെ നടക്കുന്നത്. അപ്പോൾ ആണ് ജഡ്ജി പറഞ്ഞത് ഈ അവൈലബിൾ ആവരുത് ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു ലോർഡ്ഷിപ്പ്, ഈ ബൈബിളിലുള്ള ഒരു ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച് ഞാൻ പറയാണ്, ഇതിനകത്തൊരു ഇഷ്യൂ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഈ സേറ്റൻ അവിടെ ഒരു വലിയ ഒരു അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിനൂടെ നടത്തി ഈ പഴത്തെക്കുറിച്ച്. ഇത് അവൈലബിൾ ആണെന്ന് വിസിബിൾ ആണെന്നതിനേക്കാളും കൂടുതൽ ഒരു അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ നടത്തി. ഇത് കാണാൻ നല്ലതും ജ്ഞാനം പ്രാപിപ്പാൻ. അപ്പോൾ ഈ അഡ്വർടൈസ്മെന്റ്സ് ഇൻ റോഡ്സ് ഇത് നിർത്തണം. അങ്ങനെയാണ് ഇപ്പൊ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാരണം മൊത്തം ഇന്ത്യയിൽ ലിക്കർ അഡ്വർടൈസ്മെന്റ്സ്, അത് സോഡ എന്ന് പറഞ്ഞാണ് അഡ്വർടൈസ് ചെയ്യുന്നത്. അഡ്വർടൈസ്മെന്റ്സ് ഇൻ എനി ഫോം പാതയോരങ്ങളില്ല. എന്നാൽ നമ്മുടെ ആൾക്കാര് സാത്താനേക്കാളും വിദഗ്ധന്മാരാണ്. അവര് പറഞ്ഞു ദ ഷോപ്പ് ഈസ് ഹിയർ എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്ത് ഷോപ്പാന്ന് പറയുന്നില്ല. അപ്പോൾ പ്രാക്ടീസ് കൊണ്ട് കൺവെൻഷനലി ഷോപ്പ് ഈസ് ഹിയർ എന്ന് പറഞ്ഞാൽ ലിക്കർ ഷോപ്പ് ഈസ് ഹിയർ എന്നാണ് അറിയുന്നവർക്ക് അറിയാം. എന്നിട്ട് 500 മീറ്റർ എന്നുള്ളത് കാണിക്കാൻ വേണ്ടി കേരളത്തിൽ ഗുഡ്ഗാവിലൊക്കെ ചെയ്തു. അതായത് 500 മീറ്റർ ലൈക്ക് എ ബേർഡ് ഫ്ലൈസ് ആണോ അതോ ഡിസ്റ്റൻസ് ആണോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ബാലരമയിലൊക്കെ കാണുന്ന പോലെ വഴി കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിൽ ബാറിലേക്കുള്ള വഴി കണ്ടുപിടിക്കാനായിട്ടുള്ള കേരളത്തിനെ സംബന്ധിച്ച് ഞാൻ ഇവിടുന്ന് വന്ന ചില ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, കേരളം മദ്യപിച്ചില്ലെങ്കിൽ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ പൊട്ടിപ്പൊളിയും. അതുകൊണ്ട് ഇനിയും കേരളത്തെ ഞങ്ങൾ റോഡുകളൊക്കെ മാറ്റി പേരൊക്കെ മാറ്റി ഈ രീതിയിലേക്കൊക്കെ മാറ്റുകയാണ്. ഇനിയും സാറേ ഇത് പോയി നിർത്തരുത് എന്നുള്ള അപേക്ഷയായിട്ടാണ്. എങ്കിലും ഇന്ന് വളരെ എംപിറിക്കലായിട്ടുള്ള ഡാറ്റ ഒക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ നിരോധനത്തിലൂടെ റോഡ് ആക്സിഡൻറ്റ്സ് വളരെയേറെ കുറഞ്ഞു. അത് നോർത്ത് ഇന്ത്യൻ കേരളത്തെ സംബന്ധിച്ച് ഇന്ന് കേരളത്തിൽ മദ്യം നിർത്തി കഞ്ചാവ് കൂടി എന്നുള്ളൊരു വിഷയം കൂടെ ഇപ്പം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരുണ്ട്, സാർ കള്ളുകൂടി നിർത്താൻ വേണ്ടി 500 മീറ്റർ ഞങ്ങളുടെ വീട്ടിന് അടുത്ത ഗ്രാമങ്ങളിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല ഇപ്പം ഞങ്ങളൊക്കെ കഞ്ചാവിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കേരളം ഒരു ഇൻടോക്സിക്കേറ്റഡ് ആവാനായിട്ട് വെമ്പുന്ന ഒരു സമൂഹമാണ് എന്നുള്ളത് എന്നെക്കാളുപരി മാസ്റ്റർമാർക്കായിട്ടുള്ള നിങ്ങൾക്കൊക്കെ ആൾക്കാരുടെ ഇടപെടവും മനസ്സിലാവും. പക്ഷേ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, നോർത്ത് ഇന്ത്യയുടെ മൊത്തം സ്റ്റാറ്റിസ്റ്റിക്സിൽ റോഡ് റിലേറ്റഡ് ആക്സിഡൻറ്റ്സ് കുറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ഡാറ്റ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് മൊത്തം ഇൻഡസ്ട്രിക്ക് അന്ന് പറഞ്ഞത് 42,000 crores ബിസിനസ് ലോസ് ഉണ്ടായി എന്നാണ്. അതിൻ്റെ ലോസും പ്രോഫിറ്റും ഒരു ബിസിനസ് എന്നുള്ള നിലയിൽ നോക്കിക്കാണേണ്ട ഒരു സത്യമാണ്. പക്ഷേ മനുഷ്യജീവനുള്ള വില ഇത് റോഡിന്റെ നിരത്തുകളിൽ കളയാനുള്ളതല്ല. ഇത് മദ്യപിച്ച് വണ്ടി ഓടിക്കുക എന്നുള്ളത് ഡ്രങ്കൺ ഡ്രൈവിംഗ് ഈസ് നോട്ട് എ ലൈസൻസ് ടു കിൽ. ഒരു സത്യമായിട്ട് അങ്ങനെയാണ് ഈ പാതയോരത്തെ മദ്യഷാപ്പുകൾ മദ്യശാലകളൊക്കെ നിരോധിക്കണം എന്നുള്ള ഇത് വന്നത്. ഇത് നമ്മുടെ ഈ ലിക്കർ എന്നുള്ളത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. റൈറ്റ് ടു ട്രേഡ് ഇൻ ലിക്കർ ഇസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. ഇതൊരു എക്സൈസിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന വരുമാനത്തിലൂടെ സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ ഓടിക്കുന്നു എന്നുള്ളത് നമ്മുടെ സ്റ്റേറ്റിന് വേറെ രീതിയിൽ റവന്യൂ ഉണ്ടാക്കാൻ അറിയത്തില്ല എന്നതിന്റെ ഒരു തെളിവാണ്. അല്ലാതെ മദ്യപിച്ച് ഓടിക്കുന്ന മനുഷ്യർ, മദ്യപിച്ച് കരൾ ഇല്ലാതാവുന്നവർ, ഇവരെ ശുശ്രൂഷിക്കാൻ ഗവൺമെന്റ് ആ ഫണ്ടിൽ ആ ബഡ്ജറ്റിൽ നിന്ന് തന്നെ പണം കണ്ടെത്തുന്നു. ഇതെല്ലാം ഒരു സ്റ്റേറ്റിന്റെ ഒരു പോളിസി ഡിസിഷനിലും ഒരു എക്കണോമിക് പോളിസിയിലുള്ള ഒരു പാപ്പരത്വം കൂടി ഇതിനകത്തുണ്ട്. ഈ കുടിപ്പിച്ചാലേ അരിമേടിക്കാൻ, നീ കുടിക്കുമ്പോൾ മറ്റുള്ളവൻ അരിമേടിക്കാമെന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രം, ഒരു പ്രത്യേക ശാസ്ത്രമാണ്. കുടിച്ച് നശിക്കുന്നവന് ഒരു കുടുംബമുണ്ട്. ഇത് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ ഭരണഘടനയിൽ വിഭാവനം ചെയ്യുന്ന ഒരു ഗാന്ധി സ്വപ്നം കണ്ട
ഒരു ഇന്ത്യയുടെ ഭാഗമാണ്. പക്ഷേ അതിന് സ്റ്റേറ്റ് ഒരിക്കലും തയ്യാറല്ല. അപ്പോൾ പലരും പറഞ്ഞു ഈ 500 മീറ്റർ നിർത്തിയോണ്ട് എന്തായി, അത് ഞങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് മാറിയല്ലോ. ഗ്രാമങ്ങളിലേക്ക് ഇതൊക്കെ നിങ്ങളുടെ സ്റ്റേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാത്തൊരു കാര്യം കോടതിക്ക് എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനൊരു ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നാൽ ഒരു കാര്യം വളരെ സന്തോഷമുള്ളത്, ഇത് കഴിഞ്ഞിട്ട് പല ആൾക്കാരും കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഇടയായി. അവർ പറഞ്ഞു, സാറേ ഞങ്ങളുടെ കുടുംബത്തിലും ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് എനിക്ക് ഇവർ നഷ്ടപ്പെട്ടവരുണ്ട്, ഇതൊരു നല്ല കാര്യമായി. മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് ഒന്നിലും നമ്മുടെ നിയമം നിർത്തലാക്കണം, അല്ലെങ്കിൽ മദ്യത്തിൻ്റെ അവൈലബിലിറ്റി ഉറപ്പിക്കണം. അപ്പോൾ നിയമം ആ രീതിയിലേക്ക് അമെൻഡ് ചെയ്ത് വരാനായിട്ടുള്ള ഒരു ആർജവും നമ്മുടെ പാർലമെന്റിനും നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും ഒന്നും കാണിക്കുന്നില്ല. വേറെ പല ലോയ്ക്കും കാണിക്കുന്നുണ്ട്, ഇതിന് കാണിക്കുന്നില്ല. കാരണം ഇതിന് അതിൻ്റെതായ റീസൺസ് ഉണ്ട്. നമുക്കറിയാമല്ലോ, മദ്യം വ്യവസായം എത്രത്തോളം ഒരു സംസ്ഥാനത്തെയും ഒരു അഡ്മിനിസ്ട്രേഷനെയും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ നിലനിർത്തുന്നുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരാനായിട്ട് അവർക്ക് അതിന് തയ്യാറുമല്ല. അത് ചിലപ്പോൾ പ്രായോഗികമായിരിക്കില്ല. പക്ഷേ ഈ മദ്യത്തിന്റെ അവൈലബിലിറ്റി കുറയ്ക്കുക, അവൈലബിലിറ്റിയിലൂടെ ഇതിന്റെ ഒരു കൺസംഷൻ പാറ്റേൺ കുറയ്ക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു കേരളത്തെ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഒരളവ് വരെയെങ്കിലും പല സ്റ്റേറ്റുകളും മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും തമിഴ്നാടൊക്കെ വളരെയേറെ ബെനിഫിറ്റ് ആയി എന്നാണ് എനിക്ക് മനസ്സിലായത്. മധ്യപ്രദേശ് ഒക്കെ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട്, ഇതിന്റെ കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റും ഇതിന്റെ എക്കണോമിക്സും ഒക്കെ ഒരു വേറെ വശം, ഇതിന്റെ ഒരു ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂ വേറെ വശം. ഇതിനെ ബാലൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കോർട്സിനുണ്ട്. അത് കോടതികൾ ചെയ്തു. അതൊരു പരിധി വരെ കേരളത്തിൽ അതിൽ ഒരു പ്രത്യക്ഷത്തിൽ ഫീൽ ചെയ്യുന്നില്ല. എങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം കേരളത്തിൽ പലരും ട്രാവൽ ചെയ്തപ്പം ചോദിച്ചൊരു 10 വർഷം മുമ്പേ കേരളത്തിൽ മൊത്തം മദ്യപിച്ച് വഴിയിൽ കിടക്കുന്ന ഒരാൾക്കാരെ കാണാറുണ്ട്. ഇന്നപ്പം കാണില്ല. അപ്പോൾ ഒരു പാർട്ടി പറഞ്ഞു, ഇത് മദ്യമല്ല സാറ് വീട്ടിൽ കൊണ്ടുപോയപ്പോൾ കുടിക്കുന്നത്, അതുകൊണ്ട് വഴി കിടക്കുന്നില്ല. സാറ് ഇത് ഭാരതത്തിലാക്കിയുണ്ട്, ഇതെല്ലാം അകത്ത് പോയി. അതിൻ്റെ സത്യാവസ്ഥ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എങ്കിലും കൺസംഷൻ കുറഞ്ഞിട്ടില്ല എന്നാണ് റവന്യൂ റെക്കോർഡ്സ് പറയുന്നത്. കൺസംഷൻ ഈസ് ഹാപ്പനിങ്. അതുകൊണ്ട് ഇനി അവൈലബിലിറ്റി കുറച്ചിട്ടും കാര്യമില്ല. ഒരു മദ്യാസക്തി നിറഞ്ഞ ഒരു സമൂഹത്തെയാണ് പാസ്റ്ററൊക്കെ സെർവ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയ ചലഞ്ച് തന്നെയാണ്. ഇപ്പോൾ ഇത്രയും കേട്ടതെന്ന് ഒരു കാര്യം മനസ്സിലായി, ഈ മദ്യപാനം എന്നുള്ള കാര്യം അതൊരു സർക്കാർ വിചാരിച്ചാലോ ഒരു കോടതി വിചാരിച്ചാലോ എന്നൊക്കെ പറയുന്നതിനെക്കാട്ടിലും ഇവിടെയാണ് ശരിക്കും ഞങ്ങളെ കേൾക്കുന്ന ആർക്കെങ്കിലൊക്കെ ഒരു സംശയമോ ചോദ്യമൊക്കെ മനസ്സിൽ വരും. മദ്യപാനം നിർത്തണമെന്നൊരു പക്ഷേ ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹമുള്ള ഒരാളെ എങ്ങനെ സഹായിക്കാൻ പറ്റും? ഒരു നിയമം കൊണ്ടൊന്നും ഇത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇവിടെയാണ് ശരിക്കും ദൈവസഭയ്ക്കൊരു വലിയ ഒരു ചുമതലയും ഉത്തരവാദിത്വവും ഉണ്ട്. കാര്യം മദ്യപാനികളെ നമ്മളങ്ങ് വെറുക്കുകയല്ല ചെയ്യേണ്ടത്, അവരെ സ്നേഹിച്ച് അവരെ അതിൽ നിന്ന് കരകയറ്റുവാൻ തീർച്ചയായിട്ടും നമുക്ക് കഴിയും. എങ്ങനെയെന്ന് ചോദിച്ചാൽ ദൈവത്താൽ അസാധ്യമായതൊന്നുമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവരെ സ്നേഹിക്കുക, അവരെ സ്നേഹത്തോടെ പരിപാലിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ മദ്യപാനത്തിൽ നിന്ന് എത്രയോ വിടുവിക്കപ്പെട്ടവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാടിൻ്റെ ഒരു വലിയ വിപത്താണ് ഇങ്ങനെ ഈ ആസക്തി കൂടിക്കൂടി വരുന്നു. അതുകൊണ്ട് കേരളീയരായ നമ്മളും ആ കാര്യം വളരെ ഗൗരവത്തോടെ എടുത്ത് സഭകൾ ഇക്കാര്യത്തിൽ വളരെ മുന്നോട്ടിറങ്ങി എന്തെങ്കിലും ഒരു ചെയ്തേ പറ്റൂ. നമുക്ക് ഈ സമൂഹത്തെ രക്ഷിച്ചെടുത്തേ പറ്റൂ. അതും നമ്മുടെ ഒരു ദൗത്യമായിട്ടും ഒരു വെല്ലുവിളിയായിട്ടും തന്നെ നമ്മൾ ഏറ്റെടുക്കണം എന്നും കൂടി ഞാൻ ഇത്തരണത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കൂട്ടത്തിൽ മദ്യപാനം എന്താണ് കുഴപ്പം, സ്വല്പം മദ്യപിച്ചാൽ എന്താണ് കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി പേരെ അറിയാം. പക്ഷേ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് തന്നെ വിലക്കിയിരിക്കുന്നൊരു കാര്യം തന്നെയാണ്. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. അപ്പം പിന്നെ മദ്യത്തെ നമ്മളങ്ങ് ഡിഫൈൻ ചെയ്യുകയാണ്. അത് ഇൻടോക്സിക്കേറ്റിംഗ് ആണോ അല്ലയോ, അത് വീഞ്ഞേത്, മദ്യമേത്, മുന്തിരിച്ചാറേത്, പെർസെൻറ്റേജ് ഏത്, അതിൽ ബിയർ മദ്യമാണോ, ചില രാജ്യങ്ങൾ തണുപ്പുള്ളിടത്ത് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് വാദങ്ങളും പരാമർശങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. തൽക്കാലം വിട്ടേക്കുക. നമ്മളെ തലയ്ക്ക് മത്ത് പിടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കറിയാം, നമ്മളിനി ഒരുപാട് വിശദീകരണമൊന്നും കൊടുക്കും. മനുഷ്യർക്കൊക്കെ അറിയാം ഈ മദ്യം ഏതാണെന്നും മദ്യം അല്ലാത്ത ഏതാണെന്നും. അതുകൊണ്ട് മദ്യപാനം ദൈവം അത് അനുവദിച്ചിട്ടില്ല. അത് വേദപുസ്തകം എതിര് തന്നെയാണ് പ്രിയപ്പെട്ടവരെ. കാര്യം വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, പകരം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാട്ടുപാടിക്കൊണ്ടിരിക്കാനാണ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങ് വിടാം. മദ്യപാനം നമ്മളോട് ദൈവം അനുവദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. പകരം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുണ്ടാകുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു മദ്യം കഴിച്ചാലുണ്ടാകുന്ന സന്തോഷത്തേക്കാളുള്ള എത്രയോ മടങ്ങാണ്. അതുകൊണ്ട് നമുക്ക് തർക്കം വേണ്ട, പകരം നമുക്ക് വേദപുസ്തകത്തിലേക്ക് തന്നെ ആ കാര്യത്തിൽ മടങ്ങി വരാം. നാം ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ വിജ്ഞാനപ്രദം മാത്രമല്ല, വളരെ അനുഗ്രഹപ്രദമാണെന്നുള്ളതിന് ഒരു സംശയമില്ല.
സമയത്തിൻ്റെ പരിമിതി മൂലം ഇപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡുകളായിട്ട് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ദയവായി എല്ലാവരും അത് കാണണമെന്ന് സ്നേഹത്തോടെ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഈ പ്രോഗ്രാമിൽ ഇവിടെ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഒരുപക്ഷേ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ആ മെയിൽ ID യിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.